ബോക്സിംഗ് ചാമ്പ്യൻ 18ാമത്തെ വയസ്സിൽ ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങിയ കാഷ്യസ് ക്ലേ, അദ്ദേഹം ഒരിക്കൽ തന്റെ സുഹൃത്തുമായി ഇങ്ങനെ ബൈക്കിൽ സഞ്ചരിക്കുകയാണ്. മഴ ചാറിയപ്പോൾ ഒരു ഹോട്ടലിലേക്ക് കയറി. ഹോട്ടലിൽ കയറിയതല്ലേ, ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഭക്ഷണം ഓർഡർ ചെയ്തു. ഒരു വനിലാശയും ബർഗറും ഓർഡർ ചെയ്തു. വെയിറ്റർ വന്നു. ഇവരുടെ നിറം കണ്ടപ്പോൾ പറഞ്ഞു, നീഗരോകൾക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കൂല. വെയിറ്ററാണ് പറഞ്ഞത്. അപ്പോൾ കാഷ്യസ് ക്ലേയുടെ കൂട്ടുകാരൻ കാഷ്യസ് ക്ലേ അണിഞ്ഞിരിക്കുന്ന ഒളിമ്പിക്സ് മെഡൽ, സ്വർണ്ണ മെഡൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങിയ കാഷ്യസ് ക്ലേ ആണിത്. ഇത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു. അപ്പൊ വെയിറ്റർ പറഞ്ഞു, ഓണറോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. മാനേജരോട് സംസാരിച്ചപ്പോൾ ഇവർ വിചാരിച്ചു ഭക്ഷണം തരുമായിരിക്കുന്നു. മാനേജർ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറയൂ അവരോട് ഇവിടുന്ന്. കാഷ്യസ് ക്ലേയും അമേരിക്കയിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ, അത് കഴുത്തിലണിഞ്ഞു നടന്ന കാഷ്യസ് ക്ലേ നിറം കറുത്തുപോയി എന്നതിന്റെ പേരിൽ ആ ഹോട്ടലിൽ നിന്നും ഇറക്കി വിടേണ്ടി വന്നപ്പോൾ അദ്ദേഹം തീരുമാനിച്ചൊരു തീരുമാനമുണ്ട്. ഇനി ഈ രാജ്യത്ത് കറുത്തവനായിട്ട് ഈ അവഗണനയേറ്റോടെ ജീവിക്കാൻ കഴിയില്ല. ഓഹിയോ നദിയുടെ പാലത്തിൽ കയറി നിന്നിട്ട് തനിക്ക് കിട്ടിയ സ്വർണ്ണ മെഡൽ അതിലേക്ക് വലിച്ചെറിഞ്ഞു. ഇന്നും ആ ഓഹിയോ നദിയിൽ എവിടെയോ ഉണ്ട് കാഷ്യസ് ക്ലേയുടെ ആ മെഡൽ. എന്നിട്ട് അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഈ കലിമ ഏറ്റു പറഞ്ഞിട്ട് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം കേരളത്തിലും വന്നല്ലോ, കോഴിക്കോട് വന്നല്ലോ. അവിടെയും അദ്ദേഹം പറഞ്ഞല്ലോ ഈ സാഹോദര്യത്തെ കുറിച്ച്.